ആൾട്ടർ ക്രിസ്തുസ് എന്നൊരു വാക്കുണ്ട്, അനദർ ക്രൈസ്റ്റ്. അത് നമുക്ക് വേണ്ടിയുള്ള വാക്കാണ്. ക്രൈസ്റ്റ് ഉണ്ട്, ഇനി മറ്റൊരു ക്രിസ്തു ആവശ്യമായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ധ്യാനിക്കുന്നതും ചിന്തിക്കുന്നതുമൊക്കെ മറ്റൊരു ക്രിസ്തുവായി മാറാനാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് ക്രിസ്തുവിനെ പോലെ ആയി മാറാനാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കഠിനമായൊരു യാത്രയാണ്. പക്ഷേ ആ യാത്ര തന്നെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ ചിന്താഗതികൾ, വാക്കുകൾ, പ്രവൃത്തികൾ ക്രിസ്തുവോളം എത്തുമോ എന്ന് മനസ്സിലാക്കാൻ, എന്ന് അങ്ങനെ എത്തും എന്നുള്ളൊരു ദാഹത്തോടെയാണ് നമ്മൾ ഇക്കാലം അത്രയും എല്ലാ കാലത്തിലും ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ കഥ ഇങ്ങനെയാണ്. കണ്ണു കാണാനാവാത്ത ഒരു കൊച്ചു പെൺകുട്ടി ഒരു ആൾത്തിരക്കിൽ ആപ്പിൾ കച്ചവടം നടത്തുകയാണ്. അന്ത്യമായപ്പോൾ വിറ്റ് തീർന്നതിൻ്റെ ബാക്കി വന്ന ആപ്പിളുകൾ ഒരു കൂടയിൽ വെച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ ആൾക്കൂട്ടത്തിൽ ആരോ തട്ടി മറിച്ചിട്ടു. കയ്യിൽ നിന്ന് കൂട തെറിച്ചുപോയി. ആപ്പിളെല്ലാം ചിതറി ഉരുണ്ട് ദൂരേക്ക് പോയി. അത് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്, എന്തു ചെയ്യുമെന്നറിയാതെ. അപ്പോൾ ഒരു മനുഷ്യൻ ഓടി വന്ന് ആ കൂടയിൽ ആപ്പിളുകളൊക്കെ പെറുക്കി വെച്ചു. ഈ കുട്ടിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ നഷ്ടപ്പെട്ട ആപ്പിള് ഞാൻ പെറുക്കി വെച്ചിട്ടുണ്ട്. ഒരു 4-5 എണ്ണം അഴുക്കിൽ പോയി, അതൊക്കെ ഞാൻ ഉപേക്ഷിച്ചു, പേടിക്കണ്ട, പകരം അതിനുള്ള കാശും വെച്ചിട്ടുണ്ട്, ഞാൻ വാങ്ങിച്ചതാണെന്ന് കരുതിയാൽ മതി, സന്തോഷത്തോടെ പോയിക്കൊള്ളുക. എന്നിട്ട് അയാൾ പോകുമ്പോൾ ഈ ആപ്പിൾ കൂടയുമായിട്ട് നിന്നിട്ട് ഈ കുട്ടി ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു, സാർ, നിങ്ങളാണോ ക്രിസ്തു? ഈ കുട്ടി ഒരിക്കലും ക്രിസ്തുവിനെ കണ്ടിട്ടില്ല, അതിന് കാഴ്ചയില്ല. ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ആ ക്രിസ്തു എവിടെയോ ഈ ആൾക്കൂട്ടങ്ങളിൽ ഉണ്ട് എന്നാണ് ഈ കുഞ്ഞ് കരുതുന്നത്. കാഴ്ചയില്ലാത്തതുകൊണ്ട് കാണാത്തതാണ്. അപ്പോഴാണ് ഒരാൾ ഇങ്ങനെ പെരുമാറിയത്. അപ്പോൾ ആ കുട്ടി ഹൃദയം പൊട്ടി ചോദിച്ചു പോയി, നിങ്ങളാണോ ആ ക്രിസ്തു? എല്ലാ ആൾക്കൂട്ടങ്ങളിലും ക്രിസ്തുവിനെ എല്ലാവരും അന്വേഷിക്കുന്നു. ഒരിക്കലെങ്കിലും നമ്മളോട് ഒരാൾ ചോദിച്ചെങ്കിലോ, നിങ്ങളാണോ ക്രിസ്തുവെന്ന്? അങ്ങനെ ഒരാൾ ചോദിക്കുവോളം നമ്മൾ തുടരേണ്ട ഒരു യാത്രയിലാണ്. നിങ്ങളാണോ ക്രിസ്തു എന്നൊരാൾ നമ്മളോട് ചോദിക്കുവോളം നമുക്ക് തുടരാം ഈ യാത്ര. നന്ദി.